വർഷം അധികാരം കിട്ടാതെ വിളറി പിടിച്ച് നടക്കുകയാണ് കോൺഗ്രസ്. അതിലപ്പുറം അസ്വസ്ഥനാവുന്നത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ ഇത്തവണ എങ്ങനെയും മുഖ്യമന്ത്രിയാകണം. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ വി ഡി സതീശൻ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. ഈ വർഗീയതയൊക്കെ പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ട് സതീശൻ ഇങ്ങനെ ഓടുകയാണ്. ഇപ്പോൾ ഒരു പുതുയുഗ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് അധികാരം പിടിക്കാനായി സതീശൻ ഇങ്ങനെ തുനിഞ്ഞിറങ്ങുകയാണ്. ഈ പുതുയുഗ യാത്ര കൊണ്ട് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഈ നേതാക്കന്മാരെ കേരളത്തിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമോ? കോൺഗ്രസ് ഒരു തരത്തിലുള്ള പ്രവർത്തനവും ചെയ്തില്ലായിരുന്നു എങ്കിൽ ചെറിയൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഇപ്പോ സതീശൻ തുടങ്ങി വെച്ച തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ യാത്ര ആ മുന്നണിക്ക് തന്നെ വലിയൊരു പാരയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില് ഒന്നാമതായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, സതീശൻ ഓരോ സമയത്തും വാക്ക് പ്രയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ സതീശന്റെ മതേതരത്വം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. സതീശന്റെ ഒപ്പം നിൽക്കുന്ന മതത്തിന്റെ പേരിട്ട ഒരു പാർട്ടി, അതിന്റെ ഒപ്പം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര മതസംഘടനയുടെ പാർട്ടി, ഈ രണ്ട് പാർട്ടികളെയും രണ്ട് കക്ഷത്തും തൂക്കിയിട്ടുകൊണ്ട് സതീശൻ ഛർദിക്കുകയാണ് മതേതരത്വം. അപ്പോ അറിയാലോ ഈ മതേതരത്വം എന്താണെന്ന്. ഇനി സതീശന്റെ പാർട്ടിയിൽ തന്നെ എന്താണ് അവസ്ഥ? സതീശന് ഈ കസേര കിട്ടുന്നുള്ളതിന് അഥവാ ഇനി ഈ എങ്ങനെയെങ്കിലും ജയിച്ചു വന്നാൽ സതീശന് തന്നെ ഈ കസേര കിട്ടില്ല. കാരണം അതിന് വേണ്ട എല്ലാ തരം ചരട് വലികളും, അതായത് ഇപ്പൊ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ 3 ആളെ അതിൽ കൊണ്ടുപോയി ഒതുക്കി. അത് കഴിഞ്ഞ് സതീശനെ ഇങ്ങനെ റോട്ടിൽ വെയിലും കൊണ്ട് നടത്താൻ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കഷ്ടകാലത്തിന് സംഭവിക്കില്ല, അഥവാ സംഭവിച്ചാൽ ആ കസേരയിൽ കയറിയിരിക്കാൻ അവിടെ മാനേജരും കോച്ചും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അത് അവര് നടത്തിക്കോളും. സതീശൻ ഔട്ട് തന്നെയാണ്. എന്നാൽ പോലും സതീശൻ ഈ മതേതരത്വം പ്രസംഗിക്കുകയാണ്. ഇന്നലെ സതീശൻ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നടത്തുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗത്തില് സതീശൻ പറയുന്നത്, ഇടതുപക്ഷ LDF സർക്കാരിലെ മന്ത്രി സജി ചെറിയാൻ മലപ്പുറത്തെ ജയിച്ചു വന്ന ജനപ്രതിനിധികളെ പേരുകൾ നോക്കിയാൽ അറിയാം മലപ്പുറത്തിന്റെ മതേതരത്വം. സത്യത്തിൽ സജി ചെറിയാൻ അസത്യമാണ് വിളിച്ചു പറഞ്ഞത്. അത് വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ആയപ്പോ അദ്ദേഹം പിന്നീട് അതിന് എന്തൊക്കെ വിശദീകരണമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ സതീശൻ അത് ഇപ്പൊ എടുത്തു പറയുകയാണ്. മലപ്പുറത്തെ ജനപ്രതിനിധികളെ സജി ചെറിയാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഞാൻ സതീശനോട് ഒരു കാര്യം ചോദിക്കട്ടെ. സതീശൻ ഈ സംഘപരിവാറിന്റെ എത്ര പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്? സത്യം പറയൂ. തെളിവുകൾ ഇവിടെ എല്ലാ പാർട്ടിക്കാരുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അത് കോൺഗ്രസ്സുകാരായാലും CPM-ന്റെ കയ്യിലായാലും എല്ലാവരുടെ കയ്യിലുണ്ട്. ഈ ഒരു ഭാഗത്ത് സംഘപരിവാറിനെയും RSSനെയും തലോടി ആ വോട്ട് പിടിക്കാൻ നോക്കുക. ഈ ഭാഗത്ത് സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് കുറച്ച് വിവരക്കുറവുണ്ട്. അത് കാരണമാണ് അവര് ഈ കേരളം ഈ ലെവലിലേക്ക് എത്തിക്കാൻ ഈ മാതിരി കൂട്ടുനിന്നത്. കാരണം ഈ രണ്ട് മുന്നണികളും ജയിക്കുന്നത് ഇവരുടെ കൂട്ടം കൂടിയിട്ടുള്ള വോട്ട് കിട്ടി തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇവർ 30% വോട്ടുണ്ടെങ്കിൽ ഈ 30% വോട്ടും 99 വയസ്സായ ആളും 18 വയസ്സായ ആളും എല്ലാവരും വോട്ട് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യും. അതാണ് ഈ മതത്തിന്റെ ഒരു പ്രത്യേകത. നേരം വെളുത്ത ചാരു കസേരയില് ശ്വാസം പോലും വിടാൻ കഴിയാത്തവരെ വോട്ട് ചെയ്യാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടാവും. എന്നാ ഒരു ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് ഒരു 20-30% ആൾക്കാർ വോട്ട് ചെയ്യാൻ വരില്ല. അപ്പോ ഇവരുടെ വോട്ട് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ
ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഈ രണ്ട് മുന്നണികളും കാട്ടിക്കൂട്ടുന്ന അധികാരം പിടിച്ചെടുത്ത് കസേരയിൽ കയറിയിരുന്ന് കട്ടുമുടിച്ചു കേരളത്തെ. അപ്പോ ഇതിന്റെ ഉത്തരവാദി ഒരു പരിധിവരെ ഈ ഒരു മതവിഭാഗം തന്നെയാണ്. അത് അവർ മനസ്സിലാക്കണം. നിങ്ങൾ കൂട്ടം കൂടി കുത്തിയിട്ടാണ് ഈ മതേതരത്വം ഛർദ്ദിച്ചുകൊണ്ട് ഈ സതീശന്മാർ ഇവിടെ വിലസുന്നത്. നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കും. ഇപ്പൊ കണ്ടില്ലേ, AP മുസ്ലിയാർക്ക് ബുദ്ധിയുണ്ടായി. അദ്ദേഹത്തിന്റെ ചാനൽ പോക്ക് വഴി വേറെ ദിശയിലേക്ക് തിരിച്ചുവിട്ടിരിക്കുകയാണ് ഇപ്പോ. അതുപോലെ നിങ്ങളെല്ലാവരും, കേരളത്തിലെ മുസ്ലിങ്ങൾ എല്ലാവരും ഒന്ന് ഓർക്കുക, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഈ സമയത്ത് പ്രവർത്തിക്കണം. ഇതാണ് കേരളം വിമോചനമാകേണ്ട സമയം. അല്ലാതെ സതീശൻ പറയുന്ന വഴിക്ക് പോയാൽ കേരളം വിമോചനപ്പെടില്ല എന്ന് നിങ്ങൾ ഓർക്കുക. സർ, ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചോ അല്ല VD സതീശൻ ഈ പുതിയുഗ യാത്രയും അല്ലെങ്കിൽ ഈ പിന്നെ കേരളം ഉടനീളം ഇങ്ങനെ സഞ്ചരിക്കുന്നതും. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയാണ്. അതിനുവേണ്ടി അദ്ദേഹം ആരെയും തലോടും, ആരെയും തള്ളിപ്പറയും. അത് ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ. കാരണം ഈ വർഗീയ ശക്തികളെ കൂടെ നിർത്തി വർഗീയത പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിലപാട് സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇങ്ങനെയുള്ള ഒരു ആള് മുഖ്യമന്ത്രി കസേരയിൽ വരുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ഒരു വലിയ എന്താ പറയുക, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അതെന്താകും? VD സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ വരില്ല, എന്തായാലും ഉണ്ടാവാൻ പോകില്ല. അത് തന്നെയാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇത്തരത്തിൽ ഈ വർഗീയത പരത്തിയിട്ട് വർഗീയ പാർട്ടികളെ രണ്ട് കക്ഷത്തും തിരികെ വെച്ച് നടക്കുന്ന സതീശനോട് ഞാനൊന്ന് പറയട്ടെ. എനിക്ക് ഒരുപാട് നല്ല വിവരമുള്ള, വിവേകമുള്ള, ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള കുറെ മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അതില് ചിലർ എന്നോട് പറയുകയാണ്, മുസ്ലിം ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഇപ്പൊ നാണക്കേടായി സാറേ. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾ മുസ്ലിമായി ജനിച്ചുപോയി, അപ്പൊ നിങ്ങൾ മുസ്ലിമാന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ നാണക്കേട്? അപ്പൊ അവര് പറയാ, സാറേ ഇപ്പൊ കഴിഞ്ഞ മാസം IS ടെറർ പ്ലാൻ, ഒരു വലിയ ഹ്യൂജ് ബിഗ് IS ടെറർ പ്ലാൻ UK സർക്കാർ കണ്ടെത്തി. അപ്പൊ അറിയാലോ അതാരാ ചെയ്യുന്നത്. അതേമാതിരി തന്നെ ഒരു UK ലേഡി, അതായത് ഭാരതത്തിലുള്ളതല്ല, UK ഒരു മുസ്ലിം ലേഡി ആഹ്വാനം ചെയ്യാണ് ക്രിസ്മസ് സമയത്ത് തന്നെ. അതായത് ക്രിസ്മസിന് ആരും ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല, ക്രിസ്മസിന്റെ ലൈറ്റുകൾ തെളിയിക്കാൻ പാടില്ല, ക്രിസ്മസിന്റെ സ്വീറ്റ് വിതരണം ചെയ്യാൻ പാടില്ല, ക്രിസ്മസിന്റെ ആശംസകൾ പറയാൻ പാടില്ല, ഒരു മുസ്ലിം ലേഡി പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു വിവരമുള്ള, വിവേകമുള്ള ഒരു മുസ്ലിമിന് ഇത്, കാരണം നമ്മളൊരു അതായത് മിക്സ്ഡ് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. അവിടെ ഒരു വിഭാഗം വന്നിട്ട് ഇത്തരത്തിലുള്ള സ്വന്തം വാചകങ്ങളും സ്വന്തം പ്രവർത്തികളും സ്വന്തം കാര്യങ്ങളും സ്വന്തം ആദർശങ്ങളും ആശയങ്ങളും മാത്രം പറഞ്ഞു നടക്കുന്നത് മാത്രം മതി, വേറൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കാൻ ശ്രമിച്ചാൽ അതിലുള്ള മറ്റുള്ളവർ എന്ത് ചെയ്യും? അപ്പോ ആ സഹോദരങ്ങൾ എന്നോട് പറയാണ്, സാറേ ഞങ്ങൾക്ക് ഈ സമൂഹത്തിൽ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ തന്നെ വിഷമമായി കൊണ്ടിരിക്കുന്നു. അതുമാതിരി തന്നെ ഈ കാര്യം പറയുമ്പോൾ, അതായത് ഈ IS ടെറർ അറ്റാക്ക് പറയുമ്പോൾ ചിലപ്പോ ഇവർ ചോദിക്കും, പാലസ്തീനിലെ ആക്രമണവും അവിടെ ഒരുപാട് നിരപരാധികൾ ജീവൻ പോകുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പാലസ്തീനിൽ മാത്രമല്ലല്ലോ ഈ ജീവൻ പോകുന്നത്. അതേ സമയത്ത് തന്നെ നൈജീരിയയില് അല്ലെങ്കിൽ ഉക്രൈന്, അങ്ങനെ ലോകത്തിന്റെ സൗത്ത് ആഫ്രിക്കയിൽ പല ഭാഗങ്ങളിലും, സുഡാനില് ഒക്കെ തന്നെ ഇതുമാതിരിയുള്ള പരസ്പര
വർഗീയപരമായിട്ടോ അല്ലെങ്കിൽ ജാതീയപരമായിട്ടോ അല്ലെങ്കിൽ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഇതിന്റെ പേരിലോ പരസ്പരം തല്ലുകൂട്ടങ്ങൾ ഉണ്ടായി ഒരുപാട് ജീവൻ പോകുന്നുണ്ട്. എന്തിനു പറയുന്നു, നമ്മുടെ മണിപ്പൂരില് ബ്രിട്ടീഷ്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ബ്രിട്ടീഷുകാരുള്ളപ്പോൾ തന്നെ നടക്കുന്ന ആ കലാപം, രണ്ട് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള കലാപം ഇന്നും ആർക്കും നിർത്താൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ് 70 കൊല്ലം ഭരിച്ചു. ഇന്ദിരാഗാന്ധി അവിടെ ഫെറ നിയമം നടപ്പാക്കി. എന്നിട്ട് പോലും ആ മണിപ്പൂരിൽ ലഹള നിർത്താൻ പറ്റിയിട്ടുണ്ടോ? ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിപ്പുറപ്പെടും. അതായത് അത്ര ഭീകരമാണ് ഈ ഗോത്രവർഗങ്ങളുടെ പക. അതുപോലെ ഈ ലോകത്ത് പല സ്ഥലത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ചില സംഭവങ്ങൾക്ക് ചില നേതാക്കൾ നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇതിൽ സംതൃപ്തരായി രക്ഷപ്പെട്ടു പോകുന്ന വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് നേതാക്കളായിരിക്കും. പക്ഷേ ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്നത് ഒരുപാട് ജനങ്ങളുടെ ജീവനാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ പലസ്തീൻ പറഞ്ഞപ്പോ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. പലസ്തീന്റെ നേതാവായിട്ട് ഒരുപാട് കാലം ഇരുന്ന ഒരാളാണ് യാസർ അറാഫത്ത്. ഈ യാസർ അറാഫത്തിന്റെ സഹധർമ്മിണി ആരായിരുന്നു അറിയോ? ഒരു UK കാരി മദാമയായിരുന്നു. അപ്പൊ ഈ പലസ്തീനില് ഈ വെടിവെപ്പ് അദ്ദേഹം തന്നെ നടത്തിക്കുന്ന പറയണത്. കുറെ ആൾക്കാരുടെ ജീവനെടുക്കും, ഇത് ലോകരാജ്യങ്ങൾ കണ്ട് കണ്ണീരൊഴുക്കും. ഇവിടെ കേരളത്തില് കുറെ ഹർത്താലുകളൊക്കെ നടത്തും. പക്ഷെ കാശുള്ള മറ്റുള്ള രാജ്യങ്ങള് കോടികള് അപ്പോൾ തന്നെ ആ പലസ്തീന്റെ നേതാവിന് അയച്ചു കൊടുക്കും അവിടുത്തെ സമാധാന പ്രവർത്തനങ്ങൾക്കായിട്ട്. ഇത് കൊല്ലങ്ങളോളം 19 കൊല്ലമായിട്ട് നമ്മൾ ഈ അറാഫത്ത് മരിക്കുന്നവരെയും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഈ ധനസഹായം അദ്ദേഹം സ്വീകരിക്കും. അപ്പോ ഒരു 14 ലക്ഷക്കണക്കിന് കോടിയുടെ സഹായം വരുമ്പോൾ അതിൽ നിന്നൊരു 1000 കോടി എടുത്ത് ആ പാവങ്ങൾക്ക് കുറച്ച് ഭക്ഷണം എന്തെങ്കിലുമൊക്കെ എത്തിച്ചു കൊടുക്കും. ബാക്കി പൈസ അദ്ദേഹം എന്താ ചെയ്തിരുന്നത്? UK-യിലെ പല സ്ട്രീറ്റുകളും, ആലോചിക്കണം, പല സ്ട്രീറ്റുകളും, ടൗണിലെ പല സ്ട്രീറ്റുകളും ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ സ്വന്തം ഉടമസ്ഥതയിലാണ് ഉള്ളത്. ആലോചിക്കണം. ഈ പൈസ കൊണ്ടുപോയി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് UK-യില് അതിന്റെ വാടക വാങ്ങി വിലസി ജീവിക്കുകയായിരുന്നു ഈ അറാഫത്തിന്റെ വൈഫ്. ആ പലസ്തീൻ നേതാവിന് വേണ്ടിയിട്ടായിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷവും മറ്റുള്ളവരും വാദിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴും ആ പലസ്തീന്റെ പ്രശ്നങ്ങൾക്ക് ഇടപെടുന്ന ഹമാസ്, അവരുടെ തനി രൂപം ഞാൻ ഇപ്പൊ മുഴുവനായി ഇവിടെ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോ ഒരുവിധ പ്രശ്നം തീർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ഇസ്രായേലിൽ കൊണ്ടുപോയി ഈ ഹമാസ് വളരെയധികം പ്രശ്നങ്ങളും നാശങ്ങളും ഉണ്ടാക്കിയത്. രാത്രിക്ക് രാത്രി ഈ ഹമാസ് നേതാക്കന്മാർ താമസിക്കുന്ന ഖത്തറിലെ ആ പ്രത്യേക ബിൽഡിങ്ങില് ആ ബിൽഡിംഗ് മാത്രം പോയി രാത്രിക്ക് രാത്രി ഇസ്രായേൽ അടിച്ചു പൊളിച്ച് നിരത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ തരത്തിൽ ഈ തീവ്രവാദികളെ അല്ലെങ്കിൽ ഈ മതവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഇടതനും വലതനും ഒന്നോർത്തോ, നിങ്ങൾ നശിപ്പിച്ച് ഇല്ലാതായത് കേരളമാണ്, കേരളത്തിലെ ജനതയാണ്, കേരളത്തിലെ വരും തലമുറ, പുതുതലമുറ, യൂത്ത്, ഇപ്പൊ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോൾ, പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാൻ നല്ലൊരു സ്ഥാപനമോ വ്യവസായമോ എന്തെങ്കിലും സ്ഥലവോ ഇന്നിവിടെ ഇല്ല. ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ട് ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഓരോ ടൗണിലും കാര്യമായിട്ട് നിൽക്കാതെ കാണുന്ന ഒരു സ്ഥാപനങ്ങളേ ഉള്ളൂ. അത് കള്ള് കച്ചവടവും ലോട്ടറിയാണ്. മറ്റുള്ള സൂപ്പർ മാർക്കറ്റ് ആയാലും തുണിക്കടയായാലും എന്ത് ബ്രാൻഡ് ആയാലും കുറച്ചു കാലം നടത്തും, പൂട്ടും, വേറെ ബ്രാൻഡ് വരും, അത് പൂട്ടും. അപ്പോ ഇവിടെ കള്ളും ലോട്ടറിയുമാക്കി മാറ്റി ഈ രണ്ട് മുന്നണികളും എന്ന് നമ്മൾ ഓർക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.